മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മളെ അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ പനി, ജലദോഷം, ജലദോഷം, അതിനുശേഷം വരുന്ന വിട്ടുമാറാതെയുള്ള ചുമ ഒക്കെയാണല്ലേ. അപ്പൊ ഈ പനിയാണെങ്കിലും ജലദോഷമാണെങ്കിലും ഒരു 3-4 ദിവസത്തിനുള്ളിൽ കുറയുന്നെങ്കിലും പറയാം. പക്ഷെ ചുമ വന്നിട്ടുണ്ടെങ്കിലും എങ്ങനെയും ഒരു 2 ആഴ്ചയെങ്കിലും നമ്മൾ ഇട്ടത് മട്ടം കറക്കും. പ്രത്യേകിച്ചും രാത്രിയിലൊക്കെ എനിക്കൊക്കെ ആണെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ കഫം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ നല്ല ഡീപ്പ് സ്ലീപ്പ് ആയിരിക്കും. ആ സമയത്തൊക്കെ ആയിരിക്കും ഒരു കുത്തിയുള്ള ചുമ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, നിർത്താൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ചൂടുവെള്ളമൊക്കെ ആണെങ്കിൽ തൽക്കാല ആശ്വാസം മാത്രമാണ് ഇത്. അപ്പൊ ഞാൻ ഒരുപാട് ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് വർക്കായ ഒരു സൂത്രമുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു അത് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. ആർക്കെങ്കിലും ഉപകാരപ്രദമാവുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ഒത്തിരി അങ്ങ് വലിച്ചെടുക്കുന്നില്ല, പോകണം വീഡിയോയിലേക്ക്. പിന്നെ ആദ്യം വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. ഇത് ഞാൻ ഇഞ്ചിയുടെ തൊലി കളഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചിയാണ്. പിന്നെ വേണ്ടത് കല്ലുപ്പില്ലേ, കല്ലുപ്പിന്റെ നീര്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്, പൊടിയുപ്പല്ല, കല്ലുപ്പ് നീരാക്കിയാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ വേണ്ടത് വിനാഗിരിയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വിനാഗിരി, അത് ഏതായാലും കുഴപ്പമില്ല, വിനാഗിരി. നിങ്ങളിപ്പോ വിചാരിക്കുന്നത് ഞാനെന്താ അച്ചാർ ഉണ്ടാക്കാൻ പോകാന്നല്ലേ? അല്ലല്ല, ഇത് വെച്ചിട്ടാണ് നമ്മുടെ സൂത്രം കേട്ടോ. ഇഞ്ചി വളരെ നൈസായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പർ കട്ടിയില്ലേ, അത്ര ഉണ്ടാവുള്ളൂ. ഇത് കണ്ടോ, ഈ ഒരു ഭയങ്കര നൈസായിട്ടാണ് ഞാൻ ഓരോ ഇഞ്ചിയും അരിഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ കട്ടി, ഒട്ടും കട്ടിയില്ല. ഇത് കണ്ടോ, ഇതുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഇഞ്ചി അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരിയും ഒരു അര സ്പൂൺ എന്നുള്ള, ഇതിങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിക്കുള്ള വിനാഗിരി. നിങ്ങൾ എത്രയാണോ എടുത്തിരിക്കുന്ന പാത്രം, ഏതാണോ എടുത്തിരിക്കുന്ന ഇഞ്ചിയുടെ അളവ് എത്രയാണോ അതനുസരിച്ചിട്ട് അത് മൂടിയുള്ള മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള അത്ര വിനാഗിരിയും ഉപ്പും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനപ്പം നമ്മുടെ ഇഞ്ചിയിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. ബാക്കി ഉപ്പുനീരാണേ. ഇതുകൊണ്ട് ഇപ്പൊ ഇത് മൂടിയാണ് കിടക്കുന്നത്, ഇതിനകത്ത് മൂടി കിടക്കണം ഇത്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ ഇങ്ങനെയാട്ടോ ഉള്ളത്. ഇങ്ങനെ ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക കേട്ടോ. അപ്പം ഈ ഇഞ്ചിയിലോട്ട് ഈ ഉപ്പും വിനാഗിരിയൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഈ ഇഞ്ചിയിൽ ഒരു കുത്തലുണ്ടല്ലോ, അത് നമുക്ക് മാറി കിട്ടും. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ഇതിന്റെ ഓരോ പീസ് എടുത്ത് വായ ഇങ്ങനെ ഇട്ടേക്കുക. പതിയെ 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 ഞൊണഞ്ഞ് ഇറക്കുക. ഇഞ്ചി അപ്പാടെ കടിച്ച് അപ്പൊ തന്നെ ഇറക്കാനില്ല, പതിയെ പതിയെ ഞൊണഞ്ഞ് അതിന് നീര് ഇറക്കി പോവാം. ഇപ്പൊ രാത്രിയിലാണ് ചുമയെങ്കിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഈ സാധനം ഇങ്ങനെ ഞൊണഞ്ഞ് ഇറക്കി വിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുറെ കഴിയുമ്പോഴത്തേക്കും ആ ഇഞ്ചി ചവച്ചിറക്കാൻ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒരു രണ്ടെണ്ണം വീതം കഴിച്ചാൽ മതി. നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. ഞാൻ ഇത് ചെയ്തിട്ട് എനിക്ക് 2 ദിവസം എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ചുമയ്ക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് കാപ്പോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, മെയിൻ ഈ ചുമയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നല്ല മാറ്റം ഉണ്ടായിട്ട് നിങ്ങൾ ഇനി ഒന്ന് ചെയ്തു നോക്കാം. ഇനിയിപ്പം ഇത് കുറയുണ്ട്, നിങ്ങൾ ചെയ്ത് രാത്രി ആയിട്ട് തീർന്നിട്ടില്ല, ഇത് ബാലൻസ് ഉണ്ട് എങ്കിൽ പിറ്റേ ദിവസം ഇത് ഉപയോഗിക്കരുത്, വേറെ വേണം ഉപയോഗിക്കാൻ. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ നാളെ ഉപയോഗിക്കുക ചെയ്യരുത്. പിറ്റേ ദിവസം ഇതേപോലെ വേറെ വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പൊ റിസൾട്ട് കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യണേ. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ വീണ്ടും വരാം. അതുവരെയും ബൈ.